രാത്രിയിൽ കഅബാലയത്തിൽ ഒരു നിലവിളി മുഴങ്ങുകയാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അലിയാരി തങ്ങളുടെ പൊന്നുമോൻ ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വരുന്ന നിലവിളി കേട്ട ഭാഗത്തേക്ക് ഒരു സഹോദരൻ കിടന്ന് കരയുന്നുണ്ട്. കൈകാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ ഹസനാണെന്ന് പറഞ്ഞപ്പോ ആ കരഞ്ഞ് നിലവിളിക്കുന്നയാൾ പറയുന്നുണ്ട്, മോനെ നിന്റെ ഉപ്പയെ വിളിച്ചു കൊണ്ടുവരുമോ? അലിയാരി തങ്ങളുടെ മോനല്ലേ, അലിയാരി തങ്ങളുടെ മോനല്ലേ, അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു വരികയാണ്. ഈ പ്രിയപ്പെട്ട സഹോദരനോട് എന്ത് പറ്റിപ്പോയെന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയുകയാണ്, എനിക്കൊരു ഉപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊരു ഉപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കണേ, പഠിക്കണേ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവര്, എനിക്കൊരു ഉപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പയെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല, ഉപ്പയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഉപ്പ പറയുന്നതൊന്നും ഞാൻ അനുസരിച്ചിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ ഒരംശം പോലും ഞാൻ എന്റെ ഉപ്പാക്ക് പിരിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ഉപ്പയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉപ്പയെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം കള്ളു കുടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ തല്ലിയിട്ടുണ്ട് തങ്ങളെ. കഅബാലയത്തിന്റെ തുണി പിടിച്ച് കില്ല പിടിച്ച് നിലവിളിക്കുകയാണ്. ഞാൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഉപദ്രവിച്ചിട്ടുണ്ട് തങ്ങളെ. ആ ഉപ്പ നിലവിളിച്ചിട്ടുണ്ട്. എന്റെ ഈ കാലുകൾ കൊണ്ട് ഞാൻ എന്റെ ഉപ്പയെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്. അന്ന് ഒരു ദിവസം ഉപ്പ എന്നോട് പറഞ്ഞു, എടാ ദുഷ്ടനായ മകനെ, അല്ലാഹുവേ അത്തരമൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, അത്തരമൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല റബ്ബേ, ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ദുഷ്ടനായ മോനെ, നിനക്കെതിരെ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഞാൻ ശപിക്കുമെടാ എന്ന് വാപ്പ പറഞ്ഞു. എന്നിട്ട് വാപ്പ ഇറങ്ങിപ്പോയി. പിന്നെ 30 ദിവസത്തോളം എന്റെ വാപ്പ താമസിച്ചത് ഈ കഅബാലയത്തിലാണ് തങ്ങളെ. എന്റെ വീട്ടിലേക്ക് വന്നില്ല, പിന്നെ എന്റെ മുഖത്ത് നോക്കിയില്ല. കഅബാലയത്തിലാണ് ഉപ്പ താമസിച്ചത്. ഈ കഅബാലയത്തിന്റെ ഓരത്തിരുന്ന് എന്റെ പൊന്നാര ഉപ്പ എനിക്കെതിരെ അല്ലാഹുവിനോട് ദുആ ചെയ്തു തങ്ങളെ. ഉപ്പ ദുആ ചെയ്യുന്ന ഓരോ സെക്കൻഡിലും എനിക്ക് അപകടങ്ങളുണ്ടായി, എനിക്ക് രോഗങ്ങളുണ്ടായി, എന്റെ കാല് പഴുത്തുപോയി തങ്ങളെ. എന്റെ വാപ്പായ ചവിട്ടിയ കാല്, ചവിട്ടുന്ന കാല് പഴുത്തുപോയി തങ്ങളെ. വലിയ രോഗം വന്ന് ഞാൻ കിടപ്പായി പോയി തങ്ങളെ. എന്റെ കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞടാ, നിന്റെ വാപ്പയുടെ പൊരുത്തക്കേടാണ്, നിന്റെ വാപ്പയുടെ ശാപമാണ്, നിന്റെ വാപ്പ കഅബാലയത്തിന്റെ മുമ്പിൽ പോയി ഹൃദയം പൊട്ടി കരഞ്ഞതാണ് നീ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഒരാൾ ഉപ്പയോട് പോയി പറഞ്ഞു, ഉപ്പാ നിങ്ങളുടെ മകൻ അവിടെ മരണമാസന്നമായി കിടക്കുകയാണ്, അവന്റെ ശരീരം പഴുപ്പിറക്കുകയാണ്, അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് വരുവോ, ആ മോനൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? എല്ലാം മറക്കുകയാണ്, ഒരു നിമിഷമെല്ലാം മറക്കുകയാണ്. എന്റെ മോനല്ലേ, ഞാൻ വളർത്തിയ മോനല്ലേ, ഞാൻ പ്രതീക്ഷിച്ച മോനല്ലേ. കഅബയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ തളർന്ന് കുളിച്ച് കിടക്കുന്ന, തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്ന മോനെ. മോൻ പറഞ്ഞുപ്പാ മാപ്പാക്കണേ ഉപ്പാ, പൊരുത്തപ്പെടണേ ഉപ്പാ, അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ച അഹങ്കാരമാണ്, അഫുവാക്കണമെന്ന് പറയുമ്പോ ആ മകനോട് പറയുന്നുണ്ട്, മോനെ കഅബാലയത്തിൽ പോയി നിനക്ക് പൊരുത്തപ്പെട്ട് തന്ന് ദുആ ചെയ്യാം. ഉപ്പ വന്ന കുതിരപ്പുറത്ത് മകനെ കൂടി എടുത്തു കയറ്റിയിട്ട് അല്ലാഹുവിന്റെ കാരുണ്യഗേഹത്തിന്റെ തിരുമുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ മകൻ പറയുന്നു, തങ്ങളെ കുതിരപ്പുറത്ത് വരുമ്പോ കുതിര ഒന്നിടറി, വാപ്പയുടെ ശാപമുള്ള എന്നെ ചുമക്കാൻ ആ കുതിരക്ക് പോലും മനസ്സ് വന്നില്ല നബിയേ. വാപ്പയുടെ ശാപമുള്ള എന്നെ ചുമക്കാൻ ആ കുതിരക്ക് പോലും കരുണ വന്നില്ല തങ്ങളെ. കുതിര ഒന്നിടറിയപ്പോ, കുതിരയൊന്നും മറിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തല ഒരു വലിയ പടുകൂറ്റം പാറക്കല്ലിൽ ഇടിച്ചിട്ട് എന്റെ ഉപ്പ മരിച്ചുപോയി തങ്ങളെ. അവിടം നിവിടം വരെ ഇഴഞ്ഞിഴഞ്ഞ് വഴിയോരത്തെ മണൽപ്പരപ്പുകളില് രക്തത്തുള്ളികളാക്കി എന്റെ ശരീരത്തിന്റെ നെഴുതാക്കി കഅബാലയത്തിന്റെ തിരുമുമ്പില് ഞാൻ വന്ന് കരയുന്നത് തങ്ങളെ. അവിടെ ഒന്ന് ദുആ ചെയ്യുമോ? അല്ലാഹു ഒന്ന് പൊരുത്തപ്പെട്ട് തരാൻ ദുആ ചെയ്യുമോ? അല്ലാഹു ഒന്ന് അഫ്വാക്കി തരാൻ ദുആ ചെയ്യുമോ? ആ പ്രിയപ്പെട്ട അലിയാരി തങ്ങൾ പറയുകയാണ്, കടന്നു വെക്കോ. അല്ലാഹുവിന്റെ കോപം കത്തി നിൽക്കുന്നവന്, അല്ലാഹുവിന്റെ ദേഷ്യം കത്തി നിൽക്കുന്നവന്, പടച്ചവന്റെ പൊരുത്തക്കേടിന്റെ തീഗോളപ്പിനകത്ത് കഴിയുന്നവന് നിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു മടങ്ങുമ്പോ അയാൾ പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് എല്ലാം എന്റെ ഉപ്പ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പിണങ്ങിപ്പോവല്ലേ, മാറ്റി നിർത്തല്ലേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്, കരുണക്കടലായ റബ്ബേ ഈ മനുഷ്യന് പൊറുപ്പ് കൊടുക്കല്ലോ. കഅബാലയത്തിന്റെ മുമ്പിൽ ആരംഭപ്പൂവിന്റെ തിങ്കൾ ഹൃദയം പൊട്ടിയപ്പോ ആ മനുഷ്യനതാ പുഞ്ചിരിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ ചോട്ടിൽ കിടന്ന് മരണപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ എന്റെ പുറക്കാട് കോഴിക്കോടിന്റെ മക്കളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പെൺകുടങ്ങളെ, ഉമ്മയെ സ്നേഹിക്കുന്നവരെ, ഉപ്പയെ പ്രിയം വെക്കുന്നവരെ, അവരെ പരിഗണിക്കണേ, അവരെ ഇഷ്ടം വെക്കണേ, അവരെ സ്നേഹിക്കണേ, അവരെ ബഹുമാനിക്കണേ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണേ. അവർക്ക് മക്കളുടെ സ്നേഹം കിട്ടിയിട്ടില്ല, ഭർത്താവിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല,
ആരുടെയും പരിചരണം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പ്രസവിക്കുക, അതിന് പാൽ കൊടുക്കുക, അടുത്ത ഗർഭിണിയാവുക, ഭർത്താവിന്റെ ചവിട്ടുകൊള്ളുക, വളർന്ന മക്കൾ ഉമ്മയെ വേദനിപ്പിക്കുക, ഈ മാനസിക സംഘർഷം, ഈ മാനസിക ടെൻഷൻ, അടുക്കളയിൽ ഇങ്ങനെ കിടക്കുക, വിറകിങ്ങനെ ഊതുക, ഇത് തന്നെ ഒരു പോഷകാഹാരം, ഒരു നല്ല ഭക്ഷണം കഴിക്കാത്ത ഉമ്മമാർ. ഇന്നവർക്ക് ബിരിയാണിയും ഭക്ഷണമൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അവരെ നല്ല സമയത്ത് അവർക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ലോകത്ത് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചാൽ മതി. ഉമ്മാട് ചോദിക്കണം, ഉമ്മാക്ക് ഇഷ്ടമുള്ള എന്താ, ഉമ്മയുടെ ആഗ്രഹം എന്താ, വണ്ടി കയറ്റണം, നിന്റെ വിലപിടിപ്പുള്ള കോടികളുടെ വണ്ടിയിൽ ഉമ്മായി ഫ്രണ്ടിലിരുത്തണം, കൊണ്ടുപോകണം. എവിടെയാണ് കോഴിക്കോട്, ഏത് ഹോട്ടലാണ് വേണ്ടത് ഉമ്മാക്ക്? ചിലപ്പോൾ ഉപ്പാന്റെ കൂടെ പണ്ട് സാഗർ ഹോട്ടലിൽ പോയതും പാരഗനിൽ പോയതൊക്കെ പറയും, അതൊക്കെ പഴയ പേരുള്ള ഹോട്ടലല്ലേ, ചിലപ്പോൾ അതൊക്കെ പറയും. എവിടെയാണ് ഉമ്മാക്ക് പോകേണ്ടത്? ഉമ്മാക്ക് എന്താ വേണ്ടത്? ഏത് മോഡൽ ചെരുപ്പ് വേണോ, തട്ടം വേണോ, വള വേണോ, മാല വേണോ? സ്വർണത്തിന് എത്ര കോടിയാവട്ടെ, 1 പവൻ 1.5 കോടിയാവട്ടെ, ഉമ്മ ചോദിക്കാണ് 10 പവൻ വേണം മോനെ എന്ന് പറഞ്ഞാൽ 10.5 കോടി കൊണ്ടത് വാങ്ങിക്കൊടുക്കാൻ അതിന് മകൻ തയ്യാറാവണം. അവിടെ സ്വർണത്തിന് വിലയാണുമെന്നല്ല പറയേണ്ടത്, അതിന് തയ്യാറാവണം. ഉമ്മമാര് കഴിച്ചിട്ട് നീ കഴിച്ചാൽ മതി, ഉമ്മമാര് സുഖിച്ചിട്ട് നീ സുഖിച്ചാൽ മതി. നിങ്ങൾ ചെയ്യണം.